ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 8ാമത്തെ കോഡാണ് കേട്ടോ. 8ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 8ാമത്തെ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇതുവരെ മുന്നേ 7 കോഡ് നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 8ാമത്തെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ക്യാനാണ്. ക്യാൻ നമുക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക. നമുക്കത് ചെയ്യാൻ കഴിയും, ഇത് ചെയ്യാൻ കഴിയും, ചാടാൻ കഴിയും, ഓടാൻ കഴിയും, നടക്കാൻ കഴിയും, എനിക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ക്യാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. നീന്താൻ കഴിയും എങ്ങനെ പറയാം? ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. പാടാൻ കഴിയും എങ്ങനെ പറയാം? യു ക്യാൻ സിങ്, നിനക്ക് പാടാൻ കഴിയും. യു ക്യാൻ സിങ്, നിനക്ക് പാടാൻ കഴിയും. വാഹനം ഓടിക്കാൻ കഴിയും എങ്ങനെ പറയാം? ഹി ക്യാൻ ഡ്രൈവ്, അവന് വാഹനം ഓടിക്കാൻ കഴിയും. ഹി ക്യാൻ ഡ്രൈവ്, അവന് വാഹനം ഓടിക്കാൻ കഴിയും. പാചകം ചെയ്യാൻ കഴിയും എങ്ങനെ പറയാം? ഷി ക്യാൻ കുക്ക്, അവൾക്ക് പാചകം ചെയ്യാൻ കഴിയും. ഷി ക്യാൻ കുക്ക്, അവൾക്ക് പാചകം ചെയ്യാൻ കഴിയും. കഴിയും എങ്ങനെ പറയാം? വി ക്യാൻ വിൻ, നമുക്ക് ജയിക്കാൻ കഴിയും. വിൻ പറഞ്ഞാൽ ജയിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വി ക്യാൻ വിൻ, നമുക്ക് ജയിക്കാൻ കഴിയും. വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നൃത്തം ചെയ്യാൻ കഴിയും എങ്ങനെ പറയാം? ദേ ക്യാൻ ഡാൻസ്, അവർക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ദേ ക്യാൻ ഡാൻസ്, അവർക്ക് നൃത്തം ചെയ്യാൻ കഴിയും. സഹായിക്കാൻ കഴിയും എങ്ങനെ പറയാം? ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാം. വായിക്കാനാകുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ യു റീഡ്, നിനക്ക് വായിക്കാനാകുമോ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ക്യാൻ ഫ്രണ്ടിലിടണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റീഡ്, നിനക്ക് വായിക്കാൻ കഴിയുമോ? എഴുതാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ യു റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിയുമോ? നിനക്ക് ചാടാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ യു ജമ്പ്, നിനക്ക് ഓടാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ യു റൺ, നിനക്ക് ഓടാൻ കഴിയുമോ? എഴുതാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ ഷീ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ ഷീ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയുമോ? അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കുക എന്നിങ്ങനെ പറയാം. ഐ ക്യാൻ സ്പീക്ക് മലയാളം, എനിക്ക് മലയാളം സംസാരിക്കാം. ഐ ക്യാൻ സ്പീക്ക് മലയാളം, എനിക്ക് മലയാളം സംസാരിക്കാം. എന്നിങ്ങനെ പറയാം. വി ക്യാൻ പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വി ക്യാൻ പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. എന്നിങ്ങനെ പറയാം. യു ക്യാൻ കം ടുമാറോ, ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. യു ക്യാൻ കം ടുമാറോ, നിനക്ക് നാളെ വരാം. എന്നിങ്ങനെ പറയാം. ഹി ക്യാൻ ഫിക്സ് ഇറ്റ്, അവനത് ശരിയാക്കാം. ഹി ക്യാൻ ഫിക്സ് ഇറ്റ്, അവനത് ശരിയാക്കാം. പ്രശ്നം പരിഹരിക്കാം എന്നെങ്ങനെ പറയാം? ഷി ക്യാൻ സോൾവ് പ്രോബ്ലം, അവൾക്ക് പ്രശ്നം പരിഹരിക്കാം. ഷി ക്യാൻ സോൾവ് പ്രോബ്ലം, സോൾവ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇത് ചെയ്യാമെന്നെങ്ങനെ പറയാം? ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് ചെയ്യാം. ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് ചെയ്യാം, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നും പറയാം കേട്ടോ. പഠിക്കാം എന്നിങ്ങനെ പറയാം. വി ക്യാൻ ലേൺ ടുഗദർ, നമ്മൾക്ക് ഒന്നിച്ച് പഠിക്കാം. വി ക്യാൻ ഒരുമിച്ച്. വി ക്യാൻ ലേൺ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വി ക്യാൻ ലേൺ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നുള്ളതാണ് കേട്ടോ. ലേൺ പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇരിക്കാമെന്നിങ്ങനെ പറയാം. ദേ ക്യാൻ വെയിറ്റ്, അവർക്ക് കാത്തിരിക്കാം. ദേ ക്യാൻ വെയിറ്റ്, അവർക്ക് കാത്തിരിക്കാം. ഇരിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ ഐ സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കാമോ? ഹിയർ പറഞ്ഞാൽ ഇവിടെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്യാൻ ഐ സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കാമോ? ഇപ്പോൾ തുടങ്ങാമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ വി സ്റ്റാർട്ട് നൗ, നമുക്കിപ്പോൾ തുടങ്ങാമോ? ക്യാൻ വി സ്റ്റാർട്ട് നൗ, നമുക്കിപ്പോൾ തുടങ്ങാമോ? വി പറഞ്ഞാൽ നമ്മൾ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, സ്റ്റാർട്ട് പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ള അർത്ഥം കേട്ടോ. വിശ്വസിക്കാമെന്നിങ്ങനെ പറയാം. യു ക്യാൻ ട്രസ്റ്റ് മീ,
നിനക്കെന്നെ വിശ്വസിക്കാം. ട്രസ്റ്റ് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളതാണ് കേട്ടോ. മീ പറഞ്ഞാൽ എന്നെ. യു ക്യാൻ ട്രസ്റ്റ് മീ, നിനക്കെന്നെ വിശ്വസിക്കാം. എനിക്ക് നിന്നെ മനസ്സിലാക്കാമെന്ന് എങ്ങനെ പറയാം? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മളെ പഠിപ്പിക്കാമെന്ന് എങ്ങനെ പറയാം? ഷി ക്യാൻ ടീച്ച് അസ്, അവൾക്ക് നമ്മളെ പഠിപ്പിക്കാം. അസ് പറഞ്ഞാൽ നമ്മൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, നമ്മളെ. ഷി ക്യാൻ ടീച്ച് അസ്, അവൾക്ക് നമ്മളെ പഠിപ്പിക്കാം. റൺ ഫാസ്റ്റ്, അവന് വേഗത്തിൽ ഓടാം. ഹി ക്യാൻ റൺ ഫാസ്റ്റ്, അവന് വേഗത്തിൽ ഓടാം. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പക്ഷികൾക്ക് പറക്കാമെന്ന് ഇങ്ങനെ പറയാം? ബേർഡ്സ് ക്യാൻ ഫ്ലൈ, പക്ഷികൾക്ക് പറക്കാം. ബേർഡ്സ് ക്യാൻ ഫ്ലൈ, പക്ഷികൾക്ക് പറക്കാം. ഫിഷ് ക്യാൻ സ്വിം, മീനുകൾക്ക് നീന്താം. ഫിഷ് ക്യാൻ സ്വിം, മീനുകൾക്ക് നീന്താം. പുഞ്ചിരിക്കാമെന്ന് ഇങ്ങനെ പറയാം? ബേബീസ് ക്യാൻ സ്മൈൽ, കുഞ്ഞുങ്ങൾക്ക് പുഞ്ചിരിക്കാം. ബേബീസ് ക്യാൻ സ്മൈൽ, കുഞ്ഞുങ്ങൾക്ക് പുഞ്ചിരിക്കാം. പറയുന്നത് കേൾക്കാമെന്ന് ഇങ്ങനെ പറയാം? ഐ ക്യാൻ ഹിയർ യു, എനിക്ക് നീ പറയുന്നത് കേൾക്കാം. ഐ ക്യാൻ ഹിയർ യു, എനിക്ക് നീ പറയുന്നത് കേൾക്കാം. സഹായിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കാമോ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നും പറയാം കേട്ടോ. ചോദിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? തീർക്കാം എന്നിങ്ങനെ പറയാം? വി ക്യാൻ ഫിനിഷ് ടുഡേ, നമുക്കിന്ന് തീർക്കാം. വി ക്യാൻ ഫിനിഷ് ടുഡേ, നമുക്കിന്ന് തീർക്കാം. നമ്മളോടൊപ്പം ചേരാമെന്ന് എങ്ങനെ പറയാം? ദേ ക്യാൻ ജോയിൻ അസ്, അവർക്ക് നമ്മളോടൊപ്പം ചേരാം. ദേ ക്യാൻ ജോയിൻ അസ്, അവർക്ക് നമ്മളോടൊപ്പം ചേരാം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേരുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നന്നായി വരയ്ക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? ഷി ക്യാൻ ഡ്രോ വെൽ, അവൾക്ക് നന്നായി വരയ്ക്കാൻ കഴിയും. ഷി ക്യാൻ ഡ്രോ വെൽ, അവൾക്ക് നന്നായി വരയ്ക്കാൻ കഴിയും. നന്നാക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? ഹി ക്യാൻ റിപ്പയർ ദ ബൈക്ക്, അവന് ബൈക്ക് നന്നാക്കാൻ കഴിയും. ഹി ക്യാൻ റിപ്പയർ ദ ബൈക്ക്, അവന് ബൈക്ക് നന്നാക്കാൻ കഴിയും. വിളിക്കാമെന്നെങ്ങനെ പറയാം? യു ക്യാൻ കാൾ മീ, നിനക്കെന്നെ വിളിക്കാം. യു ക്യാൻ കാൾ മീ, നിനക്കെന്നെ വിളിക്കാം. ഐ ക്യാൻ ഓപ്പൺ ദ ഡോർ, എനിക്ക് വാതിൽ തുറക്കാം. ഐ ക്യാൻ ഓപ്പൺ ദ ഡോർ, എനിക്ക് വാതിൽ തുറക്കാം. യാത്ര ചെയ്യാമെന്ന് എങ്ങനെ പറയാം? വി ക്യാൻ ട്രാവൽ ടുഗദർ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. വി ക്യാൻ ട്രാവൽ ടുഗദർ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നേരത്തെ വരാനാകുമോ എന്നിങ്ങനെ ചോദിക്കുക? ക്യാൻ ദേ കം ഏർലി, അവർക്ക് നേരത്തെ വരാനാകുമോ? ക്യാൻ ദേ കം ഏർലി, അവർക്ക് നേരത്തെ വരാനാകുമോ? അധ്യാപകനോട് ചോദിക്കാമെന്നിങ്ങനെ പറയാം? യു ക്യാൻ ആസ്ക് ദ ടീച്ചർ, നിനക്ക് അധ്യാപകനോട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് ദ ടീച്ചർ, നിനക്ക് അധ്യാപകനോട് ചോദിക്കാം. ബാഗ് എടുത്തുകൊണ്ട് പോകാമെന്ന് എങ്ങനെ പറയാം? ഐ ക്യാൻ ക്യാരി ദ ബാഗ്, എനിക്ക് ബാഗ് എടുത്തു കൊണ്ടുപോകാം. ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുക, എടുത്തുകൊണ്ട് പോവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ക്യാൻ ക്യാരി ദ ബാഗ്, എനിക്ക് ബാഗ് എടുത്തു കൊണ്ടുപോകാം. ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് എങ്ങനെ പറയാം? ഷി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ, അവൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാം. ഷി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ, അവൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാം. മരത്തിൽ കയറാൻ കഴിയും എങ്ങനെ പറയാം? ഹി ക്യാൻ ക്ലൈംബ് ദ ട്രീ, അവന് മരത്തിൽ കയറാൻ കഴിയും. ഹി ക്യാൻ ക്ലൈംബ് തന്നെ കയറുക എന്നുള്ള അർത്ഥമുണ്ടോ. ഹി ക്യാൻ ക്ലൈംബ് ദ ട്രീ, അവന് മരത്തിൽ കയറാൻ കഴിയും. ഭക്ഷണം കഴിക്കാമെന്നെങ്ങനെ പറയാം? വി ക്യാൻ ഈറ്റ് നൗ, നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാം. വി ക്യാൻ ഈറ്റ് നൗ, നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാം. ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ എങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, എനിക്ക് നിൻ്റെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, എനിക്ക് നിൻ്റെ ഫോണ് ഉപയോഗിക്കാൻ കഴിയുമോ? ടി വി കാണാമെന്ന് എങ്ങനെ പറയാം? യു ക്യാൻ വാച്ച് ടി വി, നിനക്ക് ടി വി കാണാം. യു ക്യാൻ വാച്ച് ടി വി, നിനക്ക് ടി വി കാണാം. സംസാരിക്കാമെന്ന് എങ്ങനെ പറയാം? ദേ ക്യാൻ സ്പീക്ക് ഹിന്ദി, അവർക്ക് ഹിന്ദി സംസാരിക്കാം. ദേ ക്യാൻ സ്പീക്ക് ഹിന്ദി, അവർക്ക് ഹിന്ദി സംസാരിക്കാം. കത്തെഴുതാമെന്ന് എങ്ങനെ പറയാം? ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ, എനിക്കൊരു കത്തെഴുതാം. ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ,
എനിക്കൊരു കത്തെഴുതാം. കഥകൾ വായിക്കാം എന്നിങ്ങനെ പറയാം. ഷി ക്യാൻ റീഡ് സ്റ്റോറീസ്. അവൾക്ക് കഥകൾ വായിക്കാം. ഷി ക്യാൻ റീഡ് സ്റ്റോറീസ്. അവൾക്ക് കഥകൾ വായിക്കാം. പെട്ടികൾ ഉയർത്താമെന്നിങ്ങനെ പറയാം. ഹി ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്. അവനെ പെട്ടികൾ ഉയർത്താം. ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹി ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്. അവനെ പെട്ടി ഉയർത്താം എന്നിങ്ങനെ പറയാം. വി ക്യാൻ മീറ്റ് ടുമാറോ. നമുക്ക് നാളെ കാണാം. മീറ്റ് പറഞ്ഞാൽ കാണുക, കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ. വി ക്യാൻ മീറ്റ് ടുമാറോ. നമുക്ക് നാളെ കാണാം. എങ്ങനെ ചോദിക്കുക? ക്യാൻ യു വെയിറ്റ് ഹിയർ. നിനക്കിവിടെ കാത്തിരിക്കാമോ? ക്യാൻ യു വെയിറ്റ് ഹിയർ. നിനക്കിവിടെ കാത്തിരിക്കാമോ? വെയിറ്റ് ചെയ്യാമെന്നാൽ കാത്തിരിക്കുക. ഹിയർ പറഞ്ഞാൽ ഇവിടെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാണാമെന്ന് എങ്ങനെ പറയാം? ഐ ക്യാൻ സീ ദ മൂൺ. എനിക്ക് ചന്ദ്രനെ കാണാം. ഐ ക്യാൻ സീ ദ മൂൺ. എനിക്ക് ചന്ദ്രനെ കാണാം. സൈക്കിൾ ഓടിക്കാം എന്നെങ്ങനെ പറയാം? ഷി ക്യാൻ റൈഡ് എ ബൈസിക്കിൾ. അവൾക്ക് സൈക്കിൾ ഓടിക്കാം. ഷി ക്യാൻ റൈഡ് എ ബൈസിക്കിൾ. അവൾക്ക് സൈക്കിൾ ഓടിക്കാം. സംസാരിക്കാം എന്നിങ്ങനെ പറയാം. ഹി ക്യാൻ സ്പീക്ക് ലൗഡ്ലി. അവന് ഉറക്കെ സംസാരിക്കാം. ഹി ക്യാൻ സ്പീക്ക് ലൗഡ്ലി. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ. അവന് ഉറക്കെ സംസാരിക്കാം. വൃത്തിയാക്കാം എന്നിങ്ങനെ പറയാം. വി ക്യാൻ ക്ലീൻ ദ റൂം. നമുക്ക് മുറി വൃത്തിയാക്കാം. വി ക്യാൻ ക്ലീൻ ദ റൂം. നമുക്ക് മുറി വൃത്തിയാക്കാം. ഇംഗ്ലീഷ് മനസ്സിലാക്കാം എന്നിങ്ങനെ പറയാം. ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. ശ്രമിക്കാമെന്നിങ്ങനെ പറയാം. യു ക്യാൻ ട്രൈ എഗെയിൻ. നിനക്ക് വീണ്ടും ശ്രമിക്കാം. യു ക്യാൻ ട്രൈ എഗെയിൻ. നിനക്ക് വീണ്ടും ശ്രമിക്കാം. ട്രൈ പറഞ്ഞാൽ ശ്രമിക്കുക, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എനിക്കെൻ്റെ ജോലി പൂർത്തിയാക്കാം എങ്ങനെ പറയാം? ഐ ക്യാൻ ഫിനിഷ് മൈ വർക്ക്. എനിക്കെൻ്റെ ജോലി പൂർത്തിയാക്കാം. ഐ ക്യാൻ ഫിനിഷ് മൈ വർക്ക്. എനിക്കെൻ്റെ ജോലി പൂർത്തിയാക്കാം. വീട്ടിലേക്ക് പോകാമോ എന്നെങ്ങനെ പറയാം? ക്യാൻ ബി ഗോ ഹോം നൗ. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? ക്യാൻ ബി ഗോ ഹോം നൗ. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? ഇംഗ്ലീഷ് പഠിക്കാം എന്നെങ്ങനെ പറയാം? എവരി വൺ ക്യാൻ ലേൺ ഇംഗ്ലീഷ്. എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാം. എവരി വൺ ക്യാൻ ലേൺ ഇംഗ്ലീഷ്. എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ക്യാൻ ആവുമ്പോൾ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമുക്കത് ചെയ്യാൻ കഴിയും, ഇത് ചെയ്യാൻ കഴിയും, ഓടാൻ കഴിയും, പാടാൻ കഴിയും, ചാടാൻ കഴിയും, ഭക്ഷണം കഴിക്കാൻ കഴിയും, നമുക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയും, നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയും, ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിയും. നമുക്ക് കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിവിനെ കാണിക്കാൻ ക്യാൻ ഉപയോഗിക്കാൻ ഓക്സിലറിയായി. കഴിഞ്ഞൊരു കാലത്തെ കഴിവിനെ കാണിക്കാൻ കുഡുപയോഗിക്കാം. തക കുഡുപയോഗിക്കാം. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ക്യാൻ നമ്മളെ കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ക്യാൻ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ക്യാൻ ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, കഴിവ് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.